സകല കാലത്തിനും മുമ്പേ നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് തന്ന ഭോഷ്കില്ലാത്ത ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ഇതിനുശേഷം ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാത്സല്യമുള്ളവരെ, എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. പലവിധമായ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മെ അലട്ടുന്നുണ്ടാവാം, നമ്മുടെ സ്വസ്ഥതയെ കെടുക്കുന്നുണ്ടാകാം. നമ്മുടെ വികാര വിചാരങ്ങളിൽ ഒരുപക്ഷെ പല സംഭവങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ടാവാം. സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം അപ്പുറം ദൈവം വാഴുന്നു എന്ന സത്യം നാം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം വാഴുന്നു. ഇന്നും പകല് ഒരു ബൈബിൾ ക്ലാസ്സിൽ ദാനിയേൽ പ്രവചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി, അതിന്റെ 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദാനിയേൽ പ്രവാചകന്റെ ആദ്യത്തെ സ്വപ്നം കാണാം. 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ, ദാനിയേൽ 7-ന്റെ 1 തൊട്ട് 4 വരെ. അതിൽ 2-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്നുണ്ട്, ആകാശത്തിലെ 4 കാറ്റുകൾ സമുദ്രത്തിന്മേൽ അടിച്ച് സമുദ്രത്തിൽ നിന്ന് 4 ജീവികൾ, മഹാമൃഗങ്ങൾ കയറി വരുന്നതായിട്ട് ദാനിയേൽ കാണുന്നു. അതേപ്പറ്റിയാണ് പറയുന്നത്. ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ആകാശത്തിലെ 4 കാറ്റ്, അതിനെ ഭൗതികമായിട്ടും പറയാം. കൂടാതെ ലോക സാമ്രാജ്യങ്ങളെ കുറിച്ചാണല്ലോ അത് പറയുന്നത്. ഈ ലോക സാമ്രാജ്യങ്ങൾ, മാനുഷിക ഭരണകൂടങ്ങൾ, ഇവയൊക്കെ ഭരണത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ദൈവത്തിന്റെ അറിവും അനുവാദവും ഒന്നും ഇല്ലാതെ അല്ല. സ്തോത്രം. ഇവരെയൊക്കെ ദൈവം വാഴാൻ അനുവദിക്കുമ്പോഴും നിയന്ത്രണത്തിന്റെ ചരട് മൂക്കുകയറിട്ട് അതിന്റെ അങ്ങേയറ്റം സർവശക്തനായ നമ്മുടെ പിതാവിന്റെ കരങ്ങളിൽ തന്നെയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് പോകുവാൻ ആർക്കും കഴിയുകയില്ല. അതിന്റെ 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദാനിയേൽ 2:21. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ അധികാരമുള്ളവൻ, രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. നമ്മുടെ സംസ്ഥാനങ്ങളിലായാലും രാജ്യത്തായാലും ദൈവമാണ്
ഇവരെ ആക്കുന്നത് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. If they won't serve God's counsel and purpose, God himself will remove them and condemn them. ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ഇഷ്ടത്തിനും വേണ്ടി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കാത്ത പക്ഷം ദൈവം തന്നെ അവരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അപ്പോഴൊക്കെ ഒരു കാര്യം അറിയുക, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഡ്രൈവർ സീറ്റിൽ ആരാണെന്ന്. സ്തോത്രം. അന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമുക്കറിയാം, ചിലർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങാം വണ്ടിയിൽ. ചിലർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എത്ര ഉറക്കം വന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എത്ര വല്ലാത്ത വഴികളായാലും ആരാ വണ്ടി ഓടിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. എത്ര കിഴുക്കാൻ തൂക്കായ പാതകളിലാകട്ടെ, എത്ര വഴുവഴുപ്പുള്ള ഇടങ്ങളാകട്ടെ, എത്ര ഇടുക്കവും ഞെരുക്കവും അപകടങ്ങൾ പതിയിരിക്കുന്നതുമായ വഴികളാകട്ടെ, നമ്മുടെ ജീവിത നൗകയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണെന്ന്, സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആകുലതയ്ക്ക് അടിസ്ഥാനമില്ല, ആവശ്യമില്ല. രോഗമോ കഷ്ടമോ പ്രതികൂലമോ രാഷ്ട്രീയമായ ഇടപെടലുകളോ എന്തുമാകട്ടെ, അപ്പോഴൊക്കെ ഈ ഒരൊറ്റ കാര്യം ഓർക്കുക, മൈ സോവറിൻ ഗാഡ് റെയിൻസ്. എൻ്റെ പരമാധികാരിയായ ദൈവം വാഴുന്നു. സ്തോത്രം. വാഴുന്നു. വളരെ നല്ല ഭരണം കാഴ്ചവെച്ച, ദീർഘവർഷങ്ങൾ ഭരണം നടത്തിയ ഉസിയ രാജാവ് മരിച്ചപ്പോൾ ആകുലചിത്തനായ പ്രവാചകനോട് ദൈവം കാണിച്ചു കൊടുക്കുന്നു, ദേ ഉസിയാവിന്റെ സിംഹാസനമേ ഒഴിഞ്ഞു കിടക്കുന്നുള്ളൂ, സ്വർഗത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആൾ ഒഴിഞ്ഞിട്ടില്ല. ആ സിംഹാസനം കാലി അല്ല, അതിലിപ്പോഴും ആളുണ്ട്. സ്തോത്രം. ആ ഒരു കാര്യം മാത്രം നാം ചിന്തിച്ചാൽ മതി. എന്തും ഭവിക്കട്ടെന്നേ, ആ സിംഹാസനത്തിലോട്ട് നോക്കിക്കോ, ഉയർന്നും പൊങ്ങിയുമുള്ള ആ സിംഹാസനം. അത് എന്നെങ്കിലും ആൾ ഒഴിഞ്ഞ് കാണുമെങ്കിൽ അന്ന് നമുക്ക് ആശങ്കപ്പെടാം. ഇല്ലെങ്കിൽ ആശങ്കയേ വേണ്ട. സ്തോത്രം. ആശങ്കകളൊക്കെ വരുമ്പം അങ്ങോട്ട് നോക്കിയാൽ മാത്രം മതി, ആ അവിടെ ആള് ഉണ്ട്. സ്തോത്രം. അവിടെ ആളുണ്ട്. പ്രൈസ് ഗാഡ്. ഇവൻ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി പോകുമ്പോഴേ, നമ്മുടെ വീട്ടിൽ ലൈറ്റ് പോകുമ്പോൾ അടുത്ത വീട്ടിൽ നോക്കത്തില്ലേ, അവിടെയും ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷ, നമ്മുടെ മാത്രമല്ല പോയതെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം വാഴുന്നു എന്ന തിരിച്ചറിവോടെ നമുക്ക് വീണ്ടും സ്വസ്ഥത അനുഭവിച്ച് സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് അധികം കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുഖവുര നിർത്തുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. ലവോദിക്കിയ സഭയോടുള്ള ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ അരുളപ്പാടുകൾ. നാം ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, ലവോദിക്യ സഭയുടെ 2 പ്രധാനപ്പെട്ട പോരായ്മകൾ, പാപങ്ങൾ. ഓർമ്മയുണ്ടല്ലോ?
ഒന്നുകൂടെ വന്നേരെ. ഞാൻ തന്നെ പറഞ്ഞെന്ന് വേണ്ട, നമുക്ക് ഒരുമിച്ച് ഒരു ഇന്ററാക്റ്റീവായിട്ട് അങ്ങ് പോകാം. ഈ അടുത്തിടയ്ക്ക് ഇന്ററാക്ഷൻ അല്പം കുറയുന്നെന്ന് എനിക്ക് തോന്നുന്നു. അവരെ കാണുന്നത് പോലെ കാണാതിരിക്കുക. They were ignorant of their original state. Yes. Second one. They were both self-satisfied and content with their condition. Yeah. These were the two major drawbacks or sins of these people. അവരുടെ സ്വന്തം പോരായ്മകളെ അല്ലെങ്കിൽ നിജാവസ്ഥയെ കുറിച്ച് അവർ അജ്ഞരായിരുന്നു. അതായത് ദൈവം അവരെ കണ്ടതുപോലെ തങ്ങളെ അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ വേണം നമ്മളെല്ലാം കാണുവാൻ, നമ്മളെ തന്നെയും. നമ്മൾ പറയും പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ കാണണം. കണ്ടുള്ളൂ, ഒരു വിരോധമില്ല, അങ്ങനെ തന്നെ വേണം. പ്രശ്നങ്ങളെ മാത്രമല്ല, നമ്മളെയും നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ അതേ ലെൻസുകളിലൂടെയാണ്, ദൃഷ്ടികളിലൂടെയാണ്. പക്ഷേ അതിൽ ലവോദിക്യ സഭ പരാജയപ്പെട്ടു. Please consider divine opinion regarding us above our own opinions or even that of others. നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളെക്കാളും മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെക്കാളും ഉപരി ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളെ നാം വിലയേറിയതായി കാണണം, മനസ്സിലാക്കണം. സ്തോത്രം. രണ്ടാമത് അവരുടെ പാപം, അവരുടെ പോരായ്മയായിരുന്നു സ്വയം തൃപ്തരായി. അവരുടെ ആത്മീയതയിൽ അവർ സന്തുഷ്ടരായി, സ്വാഭിമാനികളായി, സ്വയം അഭിമാനിക്കുന്നവരായി അവരെ നിന്നത്. ഇത് രണ്ടും വലിയ പാപങ്ങളാണ്. സ്തോത്രം. താഴ്മയുള്ളവരും സൗമ്യതയുള്ളവരും ഒക്കെ ആകേണ്ടതിന് പകരം നമ്മളെ തന്നെ ഉയർത്തുന്നവരായി തീരരുത്. ഒരിക്കലും മതി എന്ന ഒരു നില ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവരുത്. സ്തോത്രം. അതിനാവശ്യമായ 4 കാര്യങ്ങളല്ലേ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിന് നമ്മെ പറ്റിയുള്ള അതിലും കൂടെ കൂടന്ന് വരുന്നത് നല്ലതായിരിക്കും. ഡിവൈൻ പർപ്പസ്. ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഉദ്ദേശം, നാം എന്താകണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം, അത് നമ്മൾ തിരിച്ചറിയണം. We should have a conviction of divine plan, his purpose regarding us. അതിൽ നമ്മൾ കണ്ടു, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയുള്ള നിലവാരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്തുന്നത് പല നിലകളിലായിരിക്കുമെങ്കിലും ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ആഗ്രഹവും നമുക്ക് എല്ലാവർക്കും എത്താനുള്ള സാധ്യതയും ഒരേ നിലവാരത്തിലാണ്, ഒരേ അളവിലാണ്. രണ്ടാമത്തേത്, നാം എവിടെ വരെ എത്തിയെന്ന്, ആ നിലവാരത്തിന്റെ എവിടെ വരെ എത്തി എന്നുള്ള മനസ്സിലാക്കണം. ഓക്കെ, നമ്മളെ തന്നെ നമ്മൾ വിലയിരുത്തുക, അത് നമ്മൾ എവിടം വരെ എത്തി, വളർന്നു എന്ന്. നോ ഹൗ ഫാർ വി ഹാവ് റീച്ച്ഡ് ഇൻ. ഓക്കെ. മൂന്നാമത്, what provisions God has provided for that. Divine provisions to attain divine purpose and standard. ദൈവം നമുക്ക് വെച്ചിട്ടുള്ള അളവിലെത്താൻ വേണ്ടി ദൈവം നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായ ബോധ്യം വേണം. എന്നിട്ട് നാലാമത്,
Obstacles in our life. ഓബ്സ്റ്റാക്കിൾസ്. ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് വളരുന്നതിന് നമുക്ക് എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, എന്താണ് തടസ്സങ്ങൾ എന്ന തിരിച്ചറിവും കൂടെ നമുക്കുണ്ടായിരിക്കുക. ഈ 4 കാര്യങ്ങൾ ലവോദിക്കയുടെ പ്രശ്നം ഒഴിവാക്കാൻ അനിവാര്യമാണ്. These 4 things are very essential for us to escape from the Laodicean problem. ലവോദിക്ക പ്രശ്നത്തിൽ നിന്ന് നാം സ്വതന്ത്രരാകുവാൻ ഈ 4 കാര്യങ്ങൾ കൂടിയേ തീരൂ. ഇത്രയും കാര്യങ്ങളിൽ വിശദീകരണങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് തുടരാം. എന്താണ് ലവോദിക്ക സഭ തന്നെപ്പറ്റി തന്നെ പറയുന്നത്? വാട്ട് ഈസ് സെൽഫ് അറ്റസ്റ്റേഷൻ or self certification? I am rich. Yeah. I am wealthy. I don't need anything. ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു. I have everything in abundance. I have every needs met. And therefore I need nothing more. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് മാത്രമല്ല, ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എനിക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. യാതൊന്നിൻ്റെയും ആവശ്യമില്ല, യാതൊരുത്തൻ്റെയും ആവശ്യമില്ല. ധാരാളം പേർക്കുള്ള ഒരു ചിന്തയാണിത്. എനിക്ക് ആരുടെ ആവശ്യം ഇല്ല. ഭൗമിക തലത്തിൽ പോലും. പക്ഷേ അങ്ങനെയുള്ളവരെ പലപ്പോഴും നമുക്ക് മറ്റ് പലതിൻ്റെയും പലരുടെയും ആവശ്യമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി തമ്പുരാൻ ചിലപ്പോൾ ചില പദ്ധതികളൊക്കെ ഒരുക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന് സുവിശേഷ വേലയിൽ നമ്മുടെ കേരളത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരു പ്രസംഗകൻ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന്റെ പേര് പോലും ഞാൻ നന്നായിട്ട് കേൾക്കുന്നതിന് മുമ്പ്, അദ്ദേഹം ഗുഡ് ന്യൂസിൽ എഴുതിയ ഒരു അനുഭവക്കുറിപ്പ്, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞ് ഇനി ആരെങ്കിലും കേൾക്കുകയോ അദ്ദേഹം തന്നെ കേൾക്കുകയോ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട്, പക്ഷെ അദ്ദേഹം തന്നെ ഗുഡ് ന്യൂസിൽ എഴുതിയ ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നത്രേ, എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട്, എനിക്ക് ആരുടെയും സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം, അന്ന് അഹങ്കാരമാണെന്നൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു അഹങ്കാരത്തിന്റെ ചിന്തയായിരുന്നു, അഹന്തയുടെ ചിന്തയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വണ്ടി ഓടിച്ചു പോകുമ്പോൾ കടുത്ത അപകടത്തിൽപ്പെട്ടു, എവിടേക്കോ വലിച്ചെറിയപ്പെട്ടു, ബോധമൊന്നും ഇല്ലാതെ കിടക്കുക. ആരോ കണ്ടിട്ട്, ഒരു പരിചയമില്ലാത്ത ആരോ കണ്ടിട്ട് പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി രക്തം കൊടുത്തു, കാശ് കൊടുത്തു, കൂടെ നിന്നു. ഇത് വിവരങ്ങളൊക്കെ അറിഞ്ഞ ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വന്ന് കാണാൻ തുടങ്ങി, സാമ്പത്തിക സഹായം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുകയായിരുന്നു, എനിക്ക് ആരോടും ഒരു കടപ്പാടുമില്ല എന്ന്
വീമ്പടിച്ച് നടന്ന എന്നെ തമ്പുരാൻ തല കുനിയിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് പലരോടും ബാധ്യതയുണ്ട്, പലരോടും. അതിന്റെ ലിസ്റ്റൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ ഓർക്കും. ചിലപ്പോൾ നമ്മെ താഴ്മ ധരിപ്പിക്കുവാൻ തമ്പുരാൻ ഇതുപോലെയൊക്കെയുള്ള ചില പാഠശാലകളിലൂടെ നമ്മെ കടത്തിവിടും. ഇവിടെ ലവോദിക്യ സഭയും അതാ പറയുന്നത്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യത്തിലധികമായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നിൻ്റെയും ആവശ്യമില്ല. പ്രത്യേകിച്ച് ആത്മീയമായ ഒരു അവസ്ഥയെ പറ്റിയാണ് തങ്ങൾ ഈ പറയുന്നത്. ഇത് സത്യമായിരുന്നുവോ? അല്ല, ഇത് അസത്യമായിരുന്നു, യാഥാർത്ഥ്യമല്ലായിരുന്നെന്ന് മാത്രമല്ല, ഇത് താഴ്മയ്ക്ക് പകരം അഹന്ത കൂടെയായിരുന്നു. If such thoughts come into our minds, please recognize them as pride. Recognize them as suicidal. ആത്മഹത്യാപരമായ അഹന്തയുടെ, നിഗളത്തിന്റെ, സ്വാഭിമാനത്തിന്റെ, സ്വയാശ്രയത്തിന്റെ ചിന്തകളും വഴികളുമാണവ. ഒരു ദൈവഭക്തന്, ഒരു സഭയ്ക്ക് ഭൂഷണമല്ലത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? എ പ്രൗഡ് ആൻഡ് self-satisfied state, ignorant of their original state, ignorant of God's opinion regarding them, ignorant of divine desire for them. ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതിയെ അറിയാത്തവരായി, ദൈവത്തിന്റെ ആഗ്രഹം തിരിച്ചറിയാത്തവരായി, തങ്ങളെ പറ്റിയുള്ള ദൈവിക അഭിപ്രായത്തിനൊരു വിലയും കൊടുക്കാതെ സ്വയത്തിൽ അഭിമാനിച്ച് നിഗളികളായി, അഹങ്കാരികളായി ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ. ഒരിക്കലും ദൈവമക്കൾക്ക് അത് പാടില്ല. ദൈവമക്കൾക്ക് അത് പാടില്ല. പൗലോസ് ഇന്നലെ പറഞ്ഞ കാര്യം നമ്മള് ഫിലിപ്പിയർ 3:15 നിന്ന് വായിച്ചിരുന്നു. നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. പിന്നെന്താ പറയുന്നത്? വല്ലതിലും നിങ്ങൾ വേറെ വിധിയായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ ഒരു ദൈവഭക്തൻ, ഒരു ക്രിസ്തു ഭക്തൻ, ഒരു ക്രിസ്തു ശിഷ്യൻ ചിന്തിക്കേണ്ടത് പൗലോസ് പറഞ്ഞ വാക്കുകളാണ്. ആർക്കെങ്കിലും ഞാൻ തികഞ്ഞവനെന്ന് തോന്നുന്നെങ്കിൽ എന്ത് വേണം ചിന്തിക്കാൻ? ലഭിച്ചു കഴിഞ്ഞിട്ടില്ല, തികഞ്ഞവനായിട്ടില്ല, പിടിച്ചു എന്നുമില്ല. 3 കാര്യങ്ങളാ പൗലോസ് ഇല്ല 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 പറയുന്നത്, അല്ലേ? അത് 12-ാമത്തെ വാക്യത്തിലാ. ലഭിച്ചു കഴിഞ്ഞു എന്നില്ല, പിടിച്ചു എന്നില്ല, തികഞ്ഞവനായി എന്നുമില്ല. സ്റ്റിൽ ഐ ആം റണ്ണിങ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തൊട്ടു മുമ്പിലുണ്ട് പിടിച്ചു പിടിച്ചില്ല, തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞാ ഓടുന്നേ. സ്തോത്രം. അതേ ചിന്തിക്കാവൂ. അതാണ് താഴ്മയുടെ ചിന്ത. അത് ഉത്ബോധമായിരിക്കണം. വെറും
അധരചർവണമാകരുത്. വാഗൊണ്ട് വെറുതെ പറയുന്ന ഒരു കാര്യമാകരുത്. അത് നമ്മുടെ ഉൾബോധം, നമ്മുടെ തിരിച്ചറിവായിരിക്കണം. ഉള്ളം കൊണ്ട് മനഃപൂർവമായും ആത്മാർത്ഥമായും നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. നമുക്ക് തോന്നുന്നുണ്ടോ നമുക്കിനിയും വളരാനായിട്ടുണ്ടെന്ന് ആത്മീയമായി? ഉണ്ട്. സ്തോത്രം. So much we have to grow still. Praise God. ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂൾ ചെന്ന് കഴിഞ്ഞിട്ട് ഏതാണ്ട് എല്ലാ സ്റ്റുഡൻസും പറയുന്നൊരു കാര്യ, ഞങ്ങള് ബൈബിൾ സ്കൂളിൽ വന്നപ്പം ഏതാണ്ടൊക്കെ അറിയാമെന്നും പറഞ്ഞായിരുന്നു വന്നത്. പക്ഷേ ഈ 4 വർഷം അല്ലെ 3 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒന്നും അറിയത്തില്ല. പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒത്തിരി അറിഞ്ഞു, പക്ഷേ ഈ അറിഞ്ഞതിനേക്കാൾ അധികം ഇനിയും അറിയാൻ ബാക്കിയാണ്. ഒത്തിരി കാര്യങ്ങൾ നേടി, പക്ഷെ നേടിയതിനേക്കാൾ കൂടുതൽ ഇനിയും നേടാൻ ഉള്ളതാണ് ബാക്കി. ആ ഒരു തിരിച്ചറിവ് നമ്മെ ഭരിക്കണം. ലവോദിക്കയ്ക്ക് അത് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, ഐ വാണ്ട് ടു നോ യു മോർ ക്ലിയർലി. സ്തോത്രം. പ്രൈസ് ഗാഡ്. യെസ്, ജസ്റ്റ് എ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. വെള്ളത്തിന് മുകളിൽ ഒരു മഞ്ഞുമലയുടെ അല്പമേ കാണൂ. നമുക്ക് കാണാൻ കഴിയാതെ മുങ്ങിക്കിടക്കുന്ന ഭാഗമാണ് അധികവും. അത് തിരിച്ചറിയുമ്പോഴാണ് മോശയെ പോലെ പറയുന്നത്, God, I just want to see your majesty, your glory. ദൈവമേ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ, സ്തോത്രം, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, പഴയ നിയമത്തിൽ ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞ ആളായിരുന്നു മോശ. പുതിയ നിയമത്തിൽ കർത്താവിനെ കൂടുതൽ അറിഞ്ഞ വ്യക്തിയാണ് പൗലോസ്. പക്ഷെ ഈ 2 പേരുടെ അഭിലാഷങ്ങൾ എന്താ? പഴയ നിയമത്തിൽ മോശ പറയുന്നു, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണം. സ്തോത്രം. പൗലോസ് പുതിയ നിയമത്തിൽ പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് വിജയിക്കുവാൻ. അല്ല. So that I may know him more. യെസ്, ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 9 മുതൽ, സ്തോത്രം, ഞാൻ അവനെ അറിയേണ്ടതിനും. അറിഞ്ഞില്ലേ? 2 പേരോട് നമുക്ക് ചോദിക്കാം, അറിയുന്നില്ലേ? 2 പേരും പറയും, ഞങ്ങളുടെ തലമുറയിൽ ഈ ദൈവത്തെ ഏറ്റവും കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പിന്നെന്താ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഞങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനിയും ഈ ദൈവത്തെ പറ്റി അറിയാൻ ബാക്കിയുണ്ടെന്ന്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അറിഞ്ഞു, ഒത്തിരി അറിഞ്ഞു. ഇൻഎക്സ്പ്ലോറബിൾ പേഴ്സൺ ഓഫ് ഗാഡ്. നമുക്ക് ആരാഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് പോയി അറിയും തോറും, ആരാഞ്ഞ് ചെല്ലും
തോറും കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുന്ന, നമ്മെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണത്. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സെൽഫ് കണ്ടെന്റ്മെന്റ്, മതി എന്ന സംതൃപ്തിയുടെ, ആത്മീയ ജീവിതത്തിൽ സംതൃപ്തിയുടെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടായിക്കൂടാ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, കൊടുക്കുന്നതിനെ കുറിച്ച്, കർത്താവിന്റെ വചനം ധ്യാനിക്കുന്ന വിഷയത്തിൽ, അങ്ങനെയൊക്കെ ഓരോന്നും ചേർത്തോളൂ. ഇതിലൊന്നിലും കുഴപ്പമില്ല, മതി എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. സ്തോത്രം. അതാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടാകാൻ, അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് ഇവരെത്താനുള്ള കാരണം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. എന്തായിരുന്നു? അവർ ഈ എത്തിയിടത്തോളമൊക്കെ മതി എന്ന ചിന്തയിലേക്ക് അവരെ നയിച്ച ഘടകം എന്തായിരുന്നു? Wealth and education. Certainly. Their material goodness, their material wealth. സ്തോത്രം. അവരുടെ പാപ്പരത്വം എന്ന് പറയുന്നത് അവരുടെ ധനാഢ്യതയായിരുന്നു. സ്തോത്രം. പലപ്പോഴും നമുക്ക് ഭവിക്കുന്ന ഒരു തെറ്റായ സംഗതിയാണ്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നെങ്കിൽ ഭൗതിക തലത്തിലെ നമ്മൾ വിചാരിക്കും ആത്മീയത്തിലും കുഴപ്പമൊന്നും ഇല്ലെന്ന്. പൊതുവെ നമ്മുടെ ഇടയിൽ ഒരു ധാരണയാണ്. ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആത്മീയ ജീവിതത്തിൽ ഏതാണ്ടൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന്. സാമ്പത്തികമായിട്ട് അങ്ങോട്ട് ഉയർച്ച ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയും എന്താണെന്നറിയത്തില്ല, പുള്ളിക്കൊരു മുന്നേറ്റം ഇല്ല. ശാരീരികമായ പ്രയാസങ്ങളാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൊതുവായിട്ടൊരു ചിന്ത വരും, എന്തോ കാര്യമായ പ്രശ്നം ആ പുള്ളികൾക്ക് ഉണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നെങ്കിൽ, ഭൗതിക ജീവിതത്തിൽ, ശാരീരിക ജീവിതത്തിൽ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്നെങ്കിൽ പലരും ചിന്തിക്കുന്നത് ദൈവപ്രസാദം എന്നിലുള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഇവരുടെ പ്രശ്നം, ഇവരിങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണം അവരുടെ ഭൗതിക ജീവിതത്തിന്റെ ഉയർച്ചയായിരുന്നു. അവരുടെ സാമ്പത്തിക ഭദ്രതയായിരുന്നു അവരെ മറിച്ച് ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അത് ഇയ്യോബിന്റെ സഹോദരന്മാരുടെ തത്വശാസ്ത്രമാണ്, സ്നേഹിതരുടെ ഫിലോസഫിയാണ്. That was the philosophy of Job's friends. If you are in a problem, you have some issues, that means your relationship with God is not that good. If you are in a good position, financially, materially, physically, socially, that means God is favorable to you. God is pleased with. You are all right.
ഈ ഒരു ചിന്ത നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. ഇനിയും നാം കഷ്ടതകളിലായാലും സമൃദ്ധിയിലായാലും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഓർത്തോണം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം ആത്മാർത്ഥതയോടെ വിലയിരുത്തിക്കൊള്ളണം. സ്തോത്രം. സാമ്പത്തിക ഭദ്രതയോ, വിദ്യാഭ്യാസ ശ്രേഷ്ഠതയോ, സാമൂഹിക ഔന്നത്യമോ ഇതൊന്നുമല്ല ദൈവപ്രസാദത്തിന്റെ അടയാളം. സ്തോത്രം. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ലവോദിക്കിയ പട്ടണം, അവിടെ ഉള്ളവർ ഏതാണ്ട് എല്ലാവരും തന്നെ ഉയർന്ന ഭൗതിക ജീവിതം നയിച്ചിരുന്നവരായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അവർ വിചാരിച്ചു, ഞങ്ങൾ വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ട്, ദൈവം മുമ്പാകെ ഞങ്ങൾ വളരെ തികഞ്ഞവരായതുകൊണ്ട് ദൈവം ഇതെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു തന്നിരിക്കുകയാണെന്ന്. അതായിരുന്നു അവരുടെ ചിന്തകളിലെ പോരായ്മ. സ്തോത്രം. ഇത്രയും മനസ്സിലായല്ലോ? സ്തോത്രം. എന്തെങ്കിലും സംശയം ഇതുവരെ ഉള്ളതിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. എങ്കിൽ നാം ചിന്തിക്കുക, what is actually the wealth or the treasure of a Christian? The true wealth, the true treasure of a Christian. ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ നിക്ഷേപം, സമ്പത്ത്, ധനാഢ്യത എന്ന് പറഞ്ഞാൽ എന്താ? Christ himself. സ്തോത്രം. ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഓക്കെ. വേറെന്തെങ്കിലും? സ്വർഗത്തിലെ നിക്ഷേപം. അതെന്തുവാ? Our life with Christ. Life with Christ. നമ്മുടെ ജീവിതം ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരമായാൽ അത് ഒരു നിക്ഷേപമാണ് സ്വർഗത്തിലെ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം, ചാരിറ്റബിൾ ആക്കിയാൽ അത് മതിയോ? അത് ഒരു പാർട്ട്. ഏറ്റവും ആത്യന്തികമായി നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത് എന്താ? ആത്മാവിന്റെ വില സകല ലോകത്തെക്കാളും വലിയത്. ആത്മാക്കളെ നേടിയാൽ മതിയോ? അതിലും വലുതായിട്ട്. സ്തോത്രം. രണ്ട് മൂന്ന് ഉത്തരങ്ങൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ക്രൈസ്റ്റ് ഹിംസെൽഫ്, ക്രിസ്തു തന്നെ. അതുപോലെ മറ്റൊരു ഉത്തരം, a deep and inseparable relationship with Christ, knowledge of Christ, being God's children. സ്തോത്രം. Sure.
അതായത് ഒരു ക്രിസ്ത്യാനിയുടെ സ്വത്ത്, സമ്പത്ത്, നിക്ഷേപം എന്ന് പറയുന്നത്, അല്ലെ നേട്ടം എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് 100%. ദൈവവിഷയമായി സമ്പന്നരാവുക. എനിക്കൊന്ന് കുട്ടിയങ്ങളായിരുന്നു പറഞ്ഞത്, സൗണ്ട് അല്പം ലോലമായിരുന്നു, കേട്ടു. ഇനിയും ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞാൽ ദൈവവിഷയമായി സമ്പന്നരാവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ അതിന്റെ അർത്ഥം? സ്ഥാനുരൂപ്യം. ക്രിസ്താനുരൂപ്യം. ഓക്കെ. ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കും. ക്രിസ്തുവിന്റെ തേജസ് അത് പക്ഷെങ്കിൽ നമ്മൾ അങ്ങ് നിത്യതയിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. His presence with us gives us joy, peace, comfort. He is with us all the time. So it's His presence that is. Okay. The focus of our life is Christ and Christ alone. Sure. അതിലേക്ക് നാം വരുന്നതിന് മുമ്പ് ക്രിസ്തു തന്നെ എങ്ങനെ അത് നമ്മൾ ഒരു തത്വമായിട്ട് പറയുന്നതല്ലാതെ അതിനെ ഹൗ ക്യാൻ വി ഡിഫൈൻ ദീസ് തിങ്സ്? നമ്മുടെ രക്ഷ കാത്തു സൂക്ഷിക്കുക. എന്തായിരുന്നു പറഞ്ഞ? രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് കിട്ടിയില്ല. ലിസയാൻഡി പറഞ്ഞായിരുന്നു തോന്നല്ലോ, ഒന്നുകൂടെ പറയാമോ? നമ്മുടെ രക്ഷ കാത്തു സൂക്ഷിക്കുക. രക്ഷ കാത്തു സൂക്ഷിക്കുക. നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കുമ്പോഴും ആത്മീയമായി വളരെ മിനിമത്തിൽ കഴിയാൻ പറ്റും കേട്ടോ. നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മീയമായി അല്ലെങ്കിൽ ദൈവവിഷയമായി പാവപ്പെട്ടവരായിട്ട് ജീവിക്കാൻ പറ്റും. പ്രായത്തിനൊത്ത വളർച്ച നമ്മൾക്കുണ്ടെങ്കിൽ we grow in Christ. Okay, we'll come to that. Ephesians 1:8. എഫേസ്യർ 1:8 വാക്യം. ചിലപ്പോൾ ലാംഗ്വേജ് വെച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്യങ്ങൾ ചെറിയ മാറ്റം കണ്ടേക്കാം. എന്തായാലും 8 വാക്യം ഒന്ന് വായിച്ചാട്ടെ. That he lavished on us with all wisdom and understanding, and he made to us the mystery of his will according to his good pleasure, which he purposed in Christ. 7th verse, Ano. In him we have redemption. No, it's okay. മലയാളത്തിലും അങ്ങനെയാണ്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഒന്നും കൂടെ വായിച്ച വാക്യം. That he lavished on us with all wisdom and understanding. God has lavished upon us. What? With all his wisdom and understanding.
ദൈവം നമുക്ക് ധാരാളമായി കനിഞ്ഞു തന്നിരിക്കുന്നു. എന്ത്? The riches of God's grace. കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി. അതിന്റെ 18-ാം വാക്യം കൂടെ വായിച്ചു, അപ്പൊ നമുക്കിത് അല്പം കൂടെ വ്യക്തമാകും. 18 ഓൾസോ. അവന്റെ വിളിയാലുള്ള ആശയിൽ ഈ 17 ചേർത്ത് വായിച്ചു. 17 തൊട്ടാ തുടങ്ങുന്നത്, 15 തൊട്ടാ തുടങ്ങുന്നത്. നമുക്ക് 17-ാമത്തെ വാക്യം നോക്കാം. ഇന്നലെ നമ്മൾ വായിച്ചായിരുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ സൃഷ്ടി പ്രകാശിപ്പിച്ച് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അജയ് പറഞ്ഞ ഇടയ്ക്കൊരു സംശയം തോന്നി ഇല്ലേ? എന്താ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവം തന്റെ കൃപാധനപ്രകാരം ധാരാളമായി നമുക്ക് എന്ത് തന്നിരിക്കുന്നു? ജ്ഞാനവും വിവേകവുമായി. എന്ത് ജ്ഞാനവും വിവേകവും? ഈ 3 വാക്യങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി കണ്ടു. 17-ാം വാക്യത്തിൽ കണ്ട ജ്ഞാനവും വിവേകവും എന്താ? ദൈവീയ പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. അപ്പൊ എന്തിന്റെ സമ്പത്ത്? ദൈവ പരിജ്ഞാനത്തിന്റെ സമ്പത്ത്. The riches or the treasure of divine knowledge about God. ദൈവീയ പരിജ്ഞാനത്തിന്റെ സമ്പത്ത്. സ്തോത്രം. 18-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചത് the knowledge of the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം. വീണ്ടും 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ the knowledge of the provision of God. ദൈവം നമുക്ക് വേണ്ടി എന്ത് കരുതിയിരിക്കുന്നു എന്നുള്ള പരിജ്ഞാനം അഥവാ തിരിച്ചറിവ്. സ്തോത്രം. ഈ ലോകത്തിൽ ഒരു ക്രിസ്തുഭക്തന്റെ സമ്പത്ത് എന്ന് പറയുന്നത്, ഭക്തൻ പാടിയതുപോലെ, യേശു മാത്രം സമ്പത്താകുന്നു, വേറെ ഒന്നുമല്ല. സ്തോത്രം. ഒന്ന് കൊരിന്ത്യർ 1:6 തൊട്ട് 8 വരെ. 1 Corinthians 1:6-8. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവർ ആയിരിക്കേണ്ടതിന് അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കും. സ്തോത്രം. അവിടെയും നാം കാണുന്ന സമ്പത്ത് എന്തിനെ കുറിച്ചുള്ളതാ? ദൈവത്തെ ദൈവീയ പരിജ്ഞാനവും സംബന്ധിച്ചുള്ള സംഗതിയാ. അത് തന്നെയാണ് നാം എഫേസ്യ ലേഖനം 3:7 കാണുന്നതും.
3 verse 7, Ephesians. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. അവിടെയും 7 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പൗലോസിന് ദൈവം കൊടുത്ത ദൈവീക പദ്ധതികളെ കുറിച്ചുള്ള വെളിപ്പാട്. ഇവിടെ എല്ലാം നാം എന്താ കാണുന്നത്? എന്താ സമ്പത്ത് എന്ന് പറയുന്നത്? ദൈവിക പരിജ്ഞാനം. ദൈവിക പരിജ്ഞാനം. ആ പരിജ്ഞാനം നമ്മെ എന്തിലേക്ക് നടത്തും? ഒരുവന്റെ ആത്മീയ സമ്പത്തിന്റെ അളവ് കേവലം ഒരു ഹെഡ് നോളജിൽ ഒതുങ്ങുന്നതാണോ? ബൗദ്ധികമായ ജ്ഞാനത്തിൽ ഒതുങ്ങുന്നതാണോ? അല്ല. ഇവിടെ പറയുന്ന പരിജ്ഞാനം എന്നുള്ളത് കേവലം ബുദ്ധി കൊണ്ടുള്ള അറിവിൽ ഒതുക്കരുത്. ഈ അറിവ് നമ്മെ എന്തിലേക്ക് നയിക്കണം? ക്രിസ്തുവിൽ പൂർണ്ണതയിലേക്ക് വളരുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനോടുള്ള വ്യക്തിബന്ധത്തിലേക്ക് നയിക്കണം. കർത്താവിനെ കുറിച്ചുള്ള അറിവ്, ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കണം? ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ 5 തലങ്ങൾ നമ്മൾ പഠിക്കാറുള്ളത് ഓർമ്മയുണ്ടോ? അതും നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ആദ്യ ദിവസങ്ങളിൽ പഠിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പ്രോഗ്രസീവ് ആയിരിക്കും. വരട്ടെ 5 കാര്യങ്ങൾ, 5 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. A personal relationship. നിരന്തരമായ ബന്ധം. അഭേദ്യമായ ബന്ധം. ആഴത്തിലുള്ള ബന്ധം. ആദ്യം പറഞ്ഞത് വ്യക്തിപരമായ ബന്ധം. ഓക്കെ, 5 കാര്യങ്ങൾ. അതെ, ഏതാണ്ട് 4 എണ്ണം വന്നു. ഇല്ല, ഒന്ന് ലാസ്റ്റ് ഉണ്ട്. സ്ഥിരമായ ബന്ധം. അത് അഭേദ്യമായത്. ഓക്കെ, നൗ യു റിമെമ്പർ, നോ? ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതല്ലേ? Quiet personal relationship, intimate relationship, then consistent relationship, eventually growing or progressive relationship, and inseparable relationship. ആദ്യം ഈ പരിജ്ഞാനമാണ്. ഈ പരിജ്ഞാനം വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ അകത്ത് കർത്താവിനെ അറിയാൻ വീണ്ടും ആഗ്രഹം. ആ അറിവ് നമ്മെ എവിടേക്ക് കൊണ്ടെത്തിക്കും? വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആ ബന്ധത്തിന്റെ 5 ചുവടുകളാണ് തികച്ചും വ്യക്തിപരമായ ബന്ധം. ഇന്റിമേറ്റ്, ആഴത്തിലുള്ള ബന്ധം. കൺസിസ്റ്റന്റ്, സ്ഥിരതയാർന്ന ബന്ധം. ഇവൻച്വലി ഗ്രോയിങ്,
നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ബന്ധം. 5, അഭേദ്യമായ ബന്ധം, മുറിക്കാൻ കഴിയാത്ത ബന്ധം. ഈ ബന്ധത്തിലേക്ക് നമ്മൾ വളരും തോറും നമ്മുടെ ദൃഷ്ടി നാരോ ആയിട്ട് ചെറുതായി ചെറുതായി വരും. നമ്മുടെ കണ്ണുപോലെ തന്നെ. ഇവിടെ നിന്നും നമ്മുടെ ദൃഷ്ടി തുടങ്ങുമ്പം ഇത്രയും വലിപ്പമുണ്ട്, ഇത്രയും വലിപ്പമുണ്ട്, ഇത്രയും വീതിയുണ്ട് 2 ദൃഷ്ടികൾക്കും കൂടെ. പക്ഷെ ഇത് സഞ്ചരിച്ച് 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 ഒരു ബിന്ദുവിലേക്ക് ചെന്നെത്തുമ്പോഴാണ് നമുക്ക് വല്ലതും കാണുന്നത്. ഇതുപോലെ നാം കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടാകുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ വളരെ ജെന്റിലായ പേഴ്സൺ, നമ്മുടെ കർത്താവിൻ്റെ ആ വളരെ വലിയ മോഹനമായ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ കർത്താവിനോട് എന്ത് വില കൊടുത്തും ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കും. ആ ബന്ധം അങ്ങോട്ട് സ്ഥാപിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ഈ കർത്താവല്ലാതെ, കമോൺ പ്ലീസ്, ഈ കർത്താവല്ലാതെ ആഗ്രഹിക്കത്തില്ല, വേറെ ഒന്നും വേണ്ട, വേറെ ആരും വേണ്ട. ഈ കർത്താവിനെ പ്രാപിച്ചല്ലോ, അവനെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വേറെ എന്തും നഷ്ടപ്പെടുത്താനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ കർത്താവിനെ പ്രാപിക്കാനും ഈ പ്രാപിച്ച കർത്താവിനെ കൈവിടാതിരിക്കാനും വേറെ എന്തും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവും. അതിൽ എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അതൊന്നും ഒരു നഷ്ടമായി നമുക്ക് തോന്നുകയുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തും. മാത്രമല്ല, നമ്മൾ അതിൽ വളർന്നുകൊണ്ടുമിരിക്കും. സ്തോത്രം. ഇതാണ് ക്രിസ്തുവിനെ നേടുക എന്നതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രൈസ് ഗാഡ്. യെസ്, ഓഫ് കോഴ്സ്. സ്തോത്രം. നിധി മറഞ്ഞിരിക്കുന്ന വയലിന്റെ കാര്യവും ഒക്കെ കർത്താവ് ഇത് വെച്ചാ പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോഴാണ് നാം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ആരെ കാണുന്നത്? ക്രിസ്തുവിനെ. ആ ക്രിസ്തുവിനെ നേടാൻ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഫിലിപ്പിയർ 3:7-8. സ്തോത്രം. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം സ്തോത്രം ചവറന്നെണ്ണുന്നു. I count them everything that which was profitable to me as dung, because of the excellency of the knowledge of Christ my Lord. 2 കാര്യങ്ങളുണ്ട്. Why? What is the reason for counting all profitable things as waste? Stotram. And what is the purpose of counting them? മനസ്സിലായോ? എനിക്ക് ലാഭമായി ഇരിക്കുന്നതിനെയൊക്കെ ഞാൻ വെറും ഛേദമെന്ന്, വെറും കൂട, ചവറെന്നെണ്ണാൻ
എന്താണ് കാരണം? 2, എന്താണ് ലക്ഷ്യം? കാരണം എന്താ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. കാരണം വെറും പരിജ്ഞാനമല്ല, surpassing greatness of knowledge. surpassing greatness or the excellency of the knowledge of Christ. എന്റെ കർത്താവായ, എത്ര മനോഹരമായിട്ട് പറഞ്ഞേ, എന്റെ അല്ലേ, എന്റെ ഒന്നല്ലേ പറയുന്നേ? ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളോട് ഒത്തിരി സ്നേഹം കൊണ്ട് തോന്നുമ്പോ, അല്ലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒത്തിരി സ്നേഹം തോന്നുമ്പോ, സ്തോത്രം, നാം എന്തു പറയും? സ്തോത്രം, എന്റെ മോനിങ് വന്നേ, പപ്പാടെ മോനിങ്ങോട്ട് വന്നേ, മമ്മാടെ കുഞ്ഞിങ്ങോട്ട് വന്നേ, അല്ലേ? സ്തോത്രം. കുഞ്ഞുങ്ങൾ അതുപോലെ വിളിക്കും, അവർക്ക് അങ്ങോട്ടും സ്നേഹം അങ്ങോട്ടും കൂടുമ്പം. അതുകൊണ്ടല്ലേ മമ്മിന്ന് മൊത്തം വിളിക്കാത്തത് മമ്മ, ഡാഡിന്ന് മൊത്തം വിളിക്കാതെ ഡാഡാ. ആ സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കുമ്പോഴല്ലേ അത്. ഇതുപോലെ പൗലോസ് പറയുക, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, എന്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെറും പരിജ്ഞാനമല്ല, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ദാറ്റ് ഈസ് ദ റീസൺ. അതാണ് കാരണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കൗണ്ടിങ് ദ പ്രോഫിറ്റബിൾ, നോട്ട് സിൻഫുൾ, profitable things as dung. പാപമായിട്ടുള്ളതല്ല, ലാഭമായിട്ടുള്ളതിനെ ഛേദമെന്നെണ്ണാൻ എന്താണ് ലക്ഷ്യം? എന്തിനു വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? That I may gain Christ. That I may gain Christ. സ്തോത്രം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമ്പത്ത് ആരാകുന്നു? ക്രിസ്തു ആകുന്നു. അപ്പൊ അതിനകത്ത് എന്താ അതിന്റെ അർത്ഥം? 1, നോളജ്, കൃപാധനത്തിന്റെ ധാരാളിത്വപ്രകാരം നമുക്ക് ലഭിക്കുന്ന ദൈവീയ പരിജ്ഞാനവും വിവേകവും. അത് വർദ്ധിക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് താല്പര്യം വർദ്ധിക്കുന്നു. അറിയാൻ മാത്രമല്ല, അടുക്കാനും കൂടെ. അറിയാൻ മാത്രമല്ല, അടുക്കാനും കൂടെ. അടുത്തു കഴിയുമ്പോൾ അടുക്കാൻ മാത്രമല്ല, നേടാനും കൂടെ. സ്തോത്രം. അങ്ങനെ നേടുമ്പോൾ ആ നേട്ടത്തിൽ നഷ്ടപ്പെടുത്താൻ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാകും. പക്ഷെ നഷ്ടബോധം തോന്നുമോ? ഇല്ല. ഹല്ലേലൂയ. കാരണം കൊടുത്തതിനേക്കാൾ വലുതാ കിട്ടിയത്. സ്തോത്രം. കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് നാം മുടക്കുമുതലിനേക്കാൾ ഏറെ വലുതാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ മുടക്കുമുതലിനെ കുറിച്ച് നമുക്ക് യാതൊരു പരാതിയും കാണില്ല. ഇതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ധനം, ക്രൈസ്റ്റ് ഹിംസെൽഫ് എന്ന് പറയുന്നത്. 3 തലങ്ങൾ മനസ്സിലായല്ലോ. ഒന്നാമത്തേത് കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം. ആ പരിജ്ഞാന നിമിത്തം കൂടുതൽ അറിയാൻ ഉള്ള ആഗ്രഹം, ആ അറിയുന്തോറും അടുക്കാനുള്ള ആഗ്രഹം, അടുക്കുന്തോറും കർത്താവിനെ മാത്രം മതി എന്ന ഒരു അനുഭവം. കർത്താവിനെ മാത്രം മതി എന്ന് വരുമ്പോൾ മറ്റു പലതും അറിഞ്ഞും അറിയാതെയും ഒരു നഷ്ടബോധവും ഇല്ലാതെ നഷ്ടപ്പെടുത്താൻ നാം തയ്യാറാകും. അപ്പോൾ ആരായി മാറും നമ്മുടെ സമ്പത്ത്?
ക്രിസ്തു തന്നെയായി തീരും. ഹല്ലേലൂയ. ആ അനുഭവത്തിലേക്കാണ് നാം വളരേണ്ടത്. പക്ഷെ ഈ അവസ്ഥയിൽ നിന്നും ലവോദിക്യ സഭ ഏറെ അകന്നുപോയി. അവർ ഭൗതികമായതിനെ മാത്രം സമ്പത്തായിട്ട് കണ്ടു. അപ്പോൾ ആരെ നഷ്ടപ്പെടുത്തേണ്ടതായി വന്നു? യഥാർത്ഥ സമ്പത്തായ ക്രിസ്തുവിനെ. അയ്യോ, അത് നമുക്കാർക്കും ഉണ്ടാകരുത്. യഥാർത്ഥ സമ്പത്തായ ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്നും വേണ്ട, പേര് വേണ്ട, പെരുമ വേണ്ട, സ്വത്ത് വേണ്ട, നേട്ടം വേണ്ട, കസേര വേണ്ട, പദവികൾ വേണ്ട, അധികാരം വേണ്ട, ലാഭം വേണ്ട, സുഖം വേണ്ട, മാന്യത വേണ്ട, ഒന്നും വേണ്ട. ആരെ വിലയായി കൊടുത്തിട്ട്? യഥാർത്ഥ സമ്പത്തായ ക്രിസ്തുവിനെ. എന്നാൽ തിരിച്ച് യഥാർത്ഥ സമ്പത്തായ ക്രിസ്തുവിനെ തന്നെ നേടേണ്ടതിന് വേറെ എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അതിനൊരുക്കമായി പൗലോസിനെ പോലെ ചുവടുകളെ വയ്ക്കുവാൻ നമുക്കിന്ന് രാത്രി വീണ്ടും നമ്മെ സമർപ്പിക്കാം. ദൈവം അതിനായി നമ്മെ ഈ വചനങ്ങളാൽ ഒരുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.